തിരക്കായിട്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പം എന്താണ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ചധികം സൂപ്പർ എക്സൈറ്റഡ് ആണ്. ബട്ട് ദൈവം സഹായിച്ച് ഒരു കുഴപ്പമില്ലാതെ ആയാൽ മതി എന്നൊക്കെ പ്രാർത്ഥനയോടും സൂപ്പർ എക്സൈറ്റ്മെന്റോടും കൂടിയിട്ട് ഞങ്ങൾ പോവാണ്. ഇങ്ങോട്ടാണ് ജിഷിയുടെ കൂടെ അൾട്രാസൗണ്ട്. അതെ, ഇപ്പൊ എനിക്ക് 5 മാസം കഴിഞ്ഞു, 5.5 മാസമാകുന്നു. അപ്പം 5 മാസം കഴിഞ്ഞ് കഴിയുമ്പം ഇവിടുത്തെ അൾട്രാസൗണ്ട് അനോമലി സ്കാൻ അല്ലേ, അനോമലി സ്കാൻ ചെയ്യണം. അപ്പം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പം സ്കാനിങ്ങിന് പോകാനുള്ള ടെൻഷൻ ഉണ്ട് മനസ്സിൽ. പ്ലസ് നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ജെൻഡർ റിവീൽ ചെയ്യും. അവർ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ള ജെൻഡർ റിവീൽ അവർ ചെയ്യും. അപ്പോൾ ഞങ്ങൾ ആദ്യമേ വിചാരിച്ചു അറിയാമെന്ന് വിചാരിച്ചു, പിന്നെ ഇങ്ങനെ വിചാരിച്ചു വേണ്ട അറിയണ്ട, ഡെലിവറി ആകുമ്പം അറിയാം എന്ന് വിചാരിച്ചു. പക്ഷെ എന്നാലും അറിയാൻ പറ്റുമ്പോൾ നമുക്ക് അറിയാതെ വരിക, അത് അറിയണ്ടെന്ന് വിചാരിക്കുമ്പോൾ ഒരു എന്താണ് മനസ്സിനൊരിത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് അറിയാം എന്ന് വിചാരിച്ചു പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ ജെൻഡർ അറിയാൻ വേണ്ടിയിട്ടും പോവാണ്. അപ്പം ടെൻഷനുണ്ട്, കുഴപ്പമൊന്നും ഉണ്ടാവാതെ അങ്ങനത്തെ ഒരു ആവണം എന്നൊരു ഇതുണ്ട്. അതേപോലെ തന്നെ പ്ലസ് ജെൻഡർ അറിയണേൻ്റെ ഒരു സൂപ്പർ എക്സൈറ്റ്മെന്റ് ഉണ്ട്. ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്കൊരു നോർമൽ നല്ലൊരു ഹെൽത്തി ബേബി കിട്ടിയാൽ മതി എന്നുള്ളൂ അല്ലേ. അപ്പം ഞങ്ങൾക്ക് അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നറിയാൻ പറ്റും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം അറിയാൻ പറ്റും. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലെ 9 മണിക്കാണ് അപ്പോയിൻമെന്റ്, 8:50 അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ തണുപ്പൊക്കെ കാരണം തൊണ്ടയ്ക്ക് ഒരു പിശിപ്പിച്ചായിട്ടുണ്ട്. അപ്പം നമ്മൾ പോവാണ്. അപ്പം നമുക്ക് നോക്കാം. അപ്പം അവിടെ ചെന്നിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പറയുന്നില്ല ഇപ്പം, കാരണം പ്ലാനിങ് പോലും നടക്കുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തേക്കണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോടൊരു പേപ്പറിൽ എഴുതി തരാൻ പറയാം, ബോയ് ഓർ ഗേൾ എന്നുള്ള കാര്യം എഴുതി തരാൻ പറയാം. എന്നിട്ട് കാരണം സ്കാനിങ്ങിന്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്കാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ എക്സ്പ്രഷൻ ബോയ് ഗേൾ എന്നുള്ള എക്സ്പ്രഷൻ അതൊന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് എന്ത് ചെയ്യാൻ പറഞ്ഞു പറയാമെന്ന് വിചാരിച്ചു. ഒരു പേപ്പറിൻ്റെ അകത്ത് ബോയ് ഓർ ഗേൾ എന്ന് എഴുതി തന്നിട്ട് നമ്മൾ അടുത്തുള്ള ഒരു ഐസ്ക്രീം പാർലറിൽ പോയിട്ട് അവരോട് ഗേൾ ആണെങ്കിൽ ഐസ്ക്രീമിന്റെ പുറമേ എന്തായാലും വൈറ്റ് തന്നെ വെക്കുക, എന്നിട്ട് ഉള്ളിൽ ഗേൾ ആണെങ്കിൽ പിങ്ക്, ബോയ് ആണെങ്കിൽ ബ്ലൂ വെക്കണം പറയാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കഴിക്കുമ്പോൾ കാണാൻ പറ്റുമല്ലോ ബോയ് ഓർ ഗേൾ എന്നുള്ള കാര്യം. അപ്പം നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇത് എന്താണെന്നൊക്കെ ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. അപ്പം എന്തൊക്കെയായാലും നമുക്ക് പോയിട്ട് കാണാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ള കാര്യം. അജീഷേൻ ഇന്ന് ആൺകൊച്ചിന്റെ അപ്പനാവും ഇന്ന് പറയാൻ പറ്റും. അജീഷേന് എക്സൈറ്റഡ് ആണോ? അപ്പം എക്സൈറ്റഡ് ആണ് ഞങ്ങള്. പക്ഷെ ഇതൊന്നും കുഴപ്പമില്ല. ഓക്കെ, ഹാപ്പിയാണ് ഞങ്ങൾ. ഓക്കെ, ലെറ്റ്സ് ഗോ ആൻഡ് സീ. അപ്പോൾ ദാ നമ്മൾ എവിടെ വന്നു? ഫോക്കസിൽ വന്നു. ഫോക്കസ് റേഡിയോളജി എന്ന് പറഞ്ഞ പപ്പ മൊബൈലാണ് കേട്ടോ നമ്മളുടെ സ്കാനിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ദാ ഒരു പോവാണ് നമ്മളിതാ ഇവിടെയാണ് കേട്ടോ സ്കാനിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിൽ പോട്ടെ, ഉള്ളിൽ മറ്റേ ഇതൊന്നും പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഉള്ളിൽ കയറി പോയിച്ച് സ്കാനിങ് ഒക്കെ ചെയ്തിട്ട് ഇറങ്ങി വരട്ടെ കേട്ടോ. സൂപ്പർ എക്സൈറ്റ്മെൻറ്റ് പ്ലസ് സ്കെയറിനെസ് ആണ്. ലെറ്റ്സ് സീ ഹൗ ഫോർ ദി ബെസ്റ്റ്. അപ്പോൾ നമ്മൾ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ. ഫോട്ടോസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ബേബിയുടെ ടമ്മിയിൽ എങ്ങനെയാണ് ബേബി, യൂട്രസിൽ എങ്ങനെയാണ് ബേബി കിടക്കുന്നത് എന്നുള്ള ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവരാണെങ്കിൽ ഓൾറെഡി ഇവിടെയാണെങ്കിൽ ഒരു ആപ്പ് ഉണ്ട്. ആപ്പിൻ്റെ അകത്ത് നമുക്ക് ഓൾറെഡി ഫോട്ടോസ് അവർ സെൻഡ് ചെയ്ത് തരും കേട്ടോ. അതേപോലെ തന്നെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊരു പേപ്പറിൽ എഴുതി തരാൻ പറഞ്ഞു ഞാൻ. അവർ ഇങ്ങനെ ഒരു കാർഡിൻ്റെ അകത്ത് എഴുതി തന്നിട്ടുണ്ട്. ഉള്ളിൽ ഇരിപ്പുണ്ട് സാധനം. നമുക്ക് ഇതൊരു ഷോപ്പിംഗ് മോളാണ് കേട്ടോ. ഉള്ളിൽ പോയിട്ട് നമുക്കാണെങ്കിൽ ഒരു ഐസ്ക്രീം എന്തെങ്കിലും ചോദിച്ചു നോക്കാം. എന്നിട്ട് അറിയാൻ പറ്റും എനിവൺ ഈസ് ഓക്കെ ഫോർ us. ബട്ട് അത് അറിയുമ്പോഴുള്ളൊരു സന്തോഷം, പെൺകൊച്ചാണോ പെൺകൊച്ചാണോ എന്നുള്ളത് അല്ലേ. എന്നിട്ട് ഇപ്പഴേ വെള്ളം ചോദിക്കാണ്. പണിക്കോണോ വൈകുന്നേരല്ലേ എന്താ പോയി. അജിഷേന്റെ ഏറ്റവും വലിയ കുഴപ്പം 3 മണിക്കാണ് ജോലിക്ക്. അജിഷേട്ട് രാവിലെ 10 മണി മുതൽ റെഡിയാവാൻ തുടങ്ങും. അതാണ് പ്രശ്നം. ഓക്കെ, എനിവേ നമുക്കാണെങ്കിൽ ഉള്ളിൽ പോവാം. നമുക്ക് ഉള്ളിൽ പോവാം കണ്ടോ. ഇങ്ങനെ ഒരു ഷോപ്പിംഗ് മോളാണ് കേട്ടോ. ഇതുവഴി പോവാം. നമുക്ക് അവിടെ ചെന്നിട്ട് സ്കാനിങ്ങിനുണ്ടല്ലോ. ഇന്നൊരു ഹാഫ് ആൻ അവറിൽ കൂടുതൽ എടുത്തു കേട്ടോ. 1/2 മണിക്കൂർ കൂടുതൽ എടുത്തു സ്കാനിങ് ഒക്കെ. എൻ്റെ പൊന്നോ ഭയങ്കര വലിയ സ്കാനിങ് ആയി പോയത്. എന്ത് ഗിഫ്റ്റ്? അതെന്തിനാ? Okay, but we need something sweet, huh? What do you think? വെള്ളം കുടിച്ചോ? ഒരു മിനിറ്റ്, ഞാനൊന്ന് പോസ് ചെയ്യട്ടെ. നിങ്ങൾ ഇവിടെ നിന്ന് ഐസ്ക്രീം ഒക്കെ ഓർഡർ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ. ചേച്ചിനെ കൊണ്ട് ഉണ്ടാക്കിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ ചേച്ചി കട തുറന്നില്ല മക്കളെ, കട തുറന്നില്ല.
നമ്മളെ പറ്റിച്ചു. നമുക്ക് ഇനി അടുത്ത എന്താ ഓപ്ഷൻ? ശരി, എന്താ വെള്ളമൊക്കെ മേടിച്ച് പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കും ആര് വന്നു? നമ്മുടെ ഈ കടയിൽ ചേച്ചി വന്നു കേട്ടോ. ചേച്ചിയോട് നമുക്ക് പറഞ്ഞു നോക്കാം. ചേച്ചിയോട് എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് കാർഡ് കൊടുത്തിട്ടുണ്ട്. പെണ്ണാണോ ആണോണോ പാവം ചേച്ചി. എന്നിട്ട് ഞങ്ങളിതേ പയ്യ ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേച്ചി ഓക്കെ വിളിക്കുമ്പോൾ പോവാലോ. അജിഷേനെ അങ്ങോട്ട് നോക്കി കണ്ടുപിടിക്കാവോ? അപ്പം എന്നൊക്കെ ഞാൻ ചോദിച്ചു പോയിട്ട് വന്നല്ലോ, വാഷ്റൂമിൽ പോയിട്ട് വന്നാലോ? എവിടെയല്ലേ? ഓക്കെ ഫൈൻ. ആർ യു ചാൻസ് ടീച്ചർ? Are you tense, teacher? ആ ചേച്ചിയോട് പറഞ്ഞേ, ആ കൊച്ചിനോട് പറഞ്ഞു ഒരു കപ്പിനകത്ത് വെള്ളം ഇട്ടിട്ട് പിന്നെ ഒരു പിങ്കോ ബ്ലൂ എന്തെങ്കിലും ഇട്ടിട്ട് പിന്നെ വൈറ്റ് ഇട്ടിട്ട് കവർ ചെയ്ത് ആ കൊച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാരണം കൊച്ചിന് ഭയങ്കര ടെൻസ്ഡാണ്. കൊച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തൊരവസ്ഥയിലാണ് കൊച്ചിരിക്കുന്നത്. കൊച്ചിനോട് പറഞ്ഞു എങ്ങനെയെങ്കിലൊക്കെ ചെയ്തിട്ട് തായോ എന്ന് പറഞ്ഞു. അപ്പൊ സ്വീറ്റ് മെമ്മറീസ് ആണ് ഇതെന്ന് പറയുന്നത് അല്ലേ? അജിഷേട്ടൻ ആൺകുച്ചോട് പെൺകുച്ചോണ്ട് അജിഷേട്ടൻ ആൺകുച്ചാണോ? കള്ളനോട്ടൊക്കെ നോക്കിയെന്ന് തോന്നുന്നു സ്കാനിങ് ഇടയില്. പിന്നെ എങ്ങനെയാണല്ലോ നിങ്ങള്? അല്ല, ശരിക്കും അജിഷേട്ടന്റെ പെൺകൊച്ച് വേണമെന്ന് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. അജിഷേട്ടന്റെ ഫാമിലിയിൽ മൊത്തം ബോയ്സ് ആണ്, ആൺകുട്ടികളാണ്. അപ്പൊ അതുകൊണ്ട് പെൺകൊച്ച് വരുവാണെങ്കിൽ സന്തോഷം, അത്രേ ഉള്ളൂ. അതല്ലാതെ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളുടെ വീട്ടിലെല്ലാം പെണ്ണുങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു ആൺകൊച്ച് വരുവാണെങ്കിൽ എനിക്ക് സന്തോഷം. കാരണം കുടുംബത്തിലെല്ലാം പെൺകൊച്ചുങ്ങളാണ്. അതുകൊണ്ടാണ്. അജിഷേന്റെ കുടുംബത്തിൽ നേരെ ഓപ്പോസിറ്റ്, കുടുംബത്തിലെല്ലാം ആൺകൊച്ചുങ്ങളാണ്. അപ്പൊ പെൺകൊച്ച് വരുവാണെങ്കിൽ സന്തോഷം. എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ടേസ്റ്റ് ഡെയറാണ്. പക്ഷേ വി ആർ ഹാപ്പി വിത്ത് എനി ഓഫ് ദ ബേബീസ്. ഓക്കെ, അപ്പൊ നമുക്ക് ലെറ്റ്സ് സീ എന്റെ ടമ്മിയിൽ അജീഷാണോ കിടക്കണത് അതല്ലെങ്കിൽ ജീനു ആണോ കിടക്കണെന്നുള്ള കാര്യം അറിയാം. റെഡി ആയിന്ന് പറഞ്ഞ് കൊച്ചു വിളിച്ചു കേട്ടോ. താങ്ക് യു. കൊച്ചുതാ ഇങ്ങനെ അപ്പൊ അങ്ങനെ പേയ്മെന്റ് ഒക്കെ കൊടുക്കാണ്. In the focus radiology, we are not allowed to take photos or videos, right? Yes. So we told, okay, this is our first baby, so we just need that sweeter memories. We need to capture that one. Thank you. Jita, okay, stand on the video. Wait here, കുഞ്ഞപ്പ. അച്ഛാ എങ്ങനെയാ ഇതൊന്ന് വീഡിയോ സെറ്റ് ചെയ്യാം? ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ വെക്കാൻ പറ്റുമോ നോക്കട്ടോ. ഞങ്ങൾ ഫോൺ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. We are just going to eat it. പുള്ളിക്കാരി സ്കാൻ ചെയ്ത് മുഖം പൊത്തുന്നു, കുറച്ചേരം മുഖം പൊത്തിട്ട് പിന്നെ തിരിഞ്ഞ് നടക്കുന്നു. എന്നെ പോലെ ഫോട്ടോ എടുക്കാൻ വേണ്ടി താല്പര്യമില്ല. അജേഷാണ് തമ്മിയിലുള്ളത്. സ്മോൾ അജേഷ് വരികയാണ് തമ്മിയിലൂടെ. കണ്ടോ, കൊച്ചു സെറ്റ് ചെയ്ത് തന്നത്. ഇതിന്റെ ഉള്ളിൽ കൊച്ചു പിങ്ക് അല്ല ബ്ലൂ വെച്ചിട്ടുണ്ട് കേട്ടോ. ബ്ലൂ കളർ ഫോർ ബോയ്സ് ആണല്ലോ. തന്നെ കാട് കണ്ട് കാട് കണ്ട് സ്വീറ്റ് മെമ്മറീസ് ആണ്. കണ്ടോ, ഇങ്ങനെയായിരുന്നു കേട്ടോ തന്നത് അവര്. കൺഗ്രാറ്റുലേഷൻസ് ഫ്രം ഫോക്കസ് അൾട്രാസൗണ്ട്. വന്നില്ല. ആദ്യത്തെ സ്കാനിൽ ചെക്കനാണെങ്കിൽ കാലുകൊണ്ടൊക്കെ ചവിട്ടുന്ന പോലെയൊക്കെ ആയിരുന്നു. ഇവിടുത്തെ സ്കാനിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അജീഷനെയും കയറ്റും. നാട്ടിൽ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അജീഷനെയും കയറ്റും സ്കാനിങ്ങിന്. എന്നിട്ടൊരു വലിയ സ്ക്രീൻ വെച്ചിട്ടുണ്ടാവും. ആ സ്ക്രീനിലൂടെ കൊച്ച് എന്താണ് ചെയ്യുന്നത്, അവൻ എന്തൊക്കെയാണ് സ്കാനിങ്ങിൽ കാണുന്നത്, അതൊക്കെ നമ്മളെ ഈ സ്ക്രീനിലും കാണിച്ചു തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ പ്രാവശ്യത്തെ സ്കാനിങ് 3 മാസത്തെ സ്കാനിങ് തന്നെ ചെക്കൻ 2 കാലൊക്കെ മുകളിലിട്ടൊക്കെ വെച്ചോണ്ടായിരുന്നു കിടന്നത്. ഇന്ന് കിടന്ന് കുത്തി മറിയായിരുന്നു.
പെൺകൊച്ചുകളാണെങ്കിൽ കുറച്ച് അടക്കൊതുക്കൊക്കെ ആയിട്ട് കിടക്കൂലേ, കൊച്ചായതുകൊണ്ടാണ് തോന്നല കുത്തി പറയണത്. ചെറുപ്പത്തില് ഭയങ്കര അടക്കോടുക്കായി അജിങ്ങിനെ പോലെ ആവുന്നൊക്കെ. ചെറുപ്പത്തില് തല്ലിപ്പൊടിയാണെങ്കിൽ അജിച്ചേനെ പോലെ ആവും. എല്ലാം നല്ല മച്ചെത്തി. So it's a boy. ചേട്ടൻ സന്മനം ചോദിച്ചിട്ടാ നിനക്ക്. എന്നാ വി ആർ പ്രിപ്പയർഡ് ഫോർ എനി ബേബി. അപ്പൊ പെൺകൊച്ചൊന്നും പറഞ്ഞാൽ എനിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. ബോധത്തിന് കുറച്ച് എക്സ്പ്രഷൻ ഹാപ്പിയാണ്. സ്കാനിങ് ഓക്കെ ആയിരുന്നു കേട്ടോ. സ്കാനിങ് എല്ലാം എവറിത്തിങ് ഫൈൻ ആയിരുന്നു. 1/2 മണിക്കൂർ കൂടുതൽ എടുത്തു സ്കാനിങ്. അത്രയ്ക്ക് അവർ ചെക്ക് ചെയ്യായിരുന്നു. കാരണം ഈ അനോമലീസ് അവർ ഫുൾ ബേബിയുടെ അനാറ്റമി നോക്കി. കയ്യ്, കാല്, പാട്ട്, ടൈപ്പം എല്ലാ പാർട്സും ക്ലിയർ ആയിട്ട് കാണും. ഷോക്കിൽ നിന്നൊക്കെ അതിശയൻ ഉയർത്തെഴുന്നേറ്റിരുന്നു. ചാടില്ല കേട്ടോ. നെക്സ്റ്റ് തവണ നമുക്ക് ദ റീസൺ ഈസ് ദാറ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഒരു ബോയ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആദ്യത്തെ റീസൺ എൻ്റെ വീട്ടിൽ ഫാമിലിയിൽ മൊത്തം പെണ്ണുങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങൾ ആക്ച്വലി നല്ലതാണ്, ഗേൾസ്. പക്ഷേ ഞാൻ കുഞ്ഞിലെ മുതലേ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കുഞ്ഞിലെ മുതലേ അമ്മയുടെ അടുത്ത് പറയുമായിരുന്നു, അതുപോലെ പപ്പയുടെ അടുത്ത് പറയുമായിരുന്നു എനിക്കൊരു ചേട്ടൻ വേണം, എനിക്കൊരു ചേട്ടൻ വേണമെന്നാണ്. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ചേട്ടന്മാരുണ്ടാകുമ്പോൾ ചേട്ടൻ ഉള്ള ഫ്രണ്ട്സ് മിക്കവർക്കും ചേട്ടന്മാരുണ്ട്. അപ്പം എനിക്കിത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ചേട്ടന്മാർ അനിയത്തിമാരെ സ്കൂളിൽ കൊണ്ട് വിടുന്നു, ഇൻ്റർവെല്ലിന് അനിയത്തിമാരുടെ അടുത്ത് വരുന്നു. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കൊരു ചേട്ടൻ വേണമെന്ന്. അപ്പം എന്താ പറയുക, അപ്പം എനിക്കങ്ങനെ ആഗ്രഹമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, ആദ്യമേ ഒരു ആൺകുട്ടി, അത് കഴിഞ്ഞിട്ട് പിന്നെ പെൺകൊച്ചുങ്ങളായാലും എനിക്ക് വിരോധമൊന്നുമില്ല. ആദ്യമേ ഒരു ആൺകൊച്ചാണ് എങ്കിൽ അവർക്കൊരു പ്രൗഡായിട്ട് പറയാമല്ലോ എനിക്കൊരു ചേട്ടനുണ്ടെന്ന്. ഞാനങ്ങനെ പ്രൗഡായിട്ട് കരുതാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു. ബട്ട് എന്താ പറയുക, ചേട്ടൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ആഗ്രഹമായിരുന്നു ആദ്യം ഒരു ആൺകുട്ടിയാണെങ്കിൽ പിന്നെ ഒരു സിസ്റ്റേഴ്സ് ആണെങ്കിൽ അവർക്കൊരു പ്രൗഡായിട്ട് പറയാമല്ലോ. എന്താ പറയുക, എനിക്കൊരു ചേട്ടനുണ്ട് അല്ലെങ്കിൽ ഒരു അനിയനുണ്ട് എന്നൊക്കെ പറയാനുള്ള ഒരു പ്രൗഡ് ഫീലിംഗ് ഫീൽ ചെയ്യുമല്ലോ. ചേച്ചി ഉണ്ടെന്ന് പറയുന്നതിന് പ്രൗഡ് ഫീലിംഗ് ഫീൽ ചെയ്യില്ല എന്നൊന്നും അല്ലാട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷേ ആൺകുട്ടികൾ കുറച്ച് എന്താ പറയുക അങ്ങനെയാണ്, അതുകൊണ്ട്. സോ ഐ എം ഹാപ്പി, ഹാപ്പി ബിക്കോസ് ദ റീസൺ ഈസ് ദാറ്റ് ഹെൽത്തിയാണ്, പ്രോബ്ലംസ് ഒന്നുമില്ല. അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഞങ്ങൾക്കുള്ളത്. അപ്പം അങ്ങനെ, അപ്പം ഞങ്ങളിത് കഴിക്കട്ടെ, എന്നിട്ട് അത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്നാൽ എൻജോയ് ചെയ്തേക്കാം വീഡിയോ. ഓക്കെ, എന്തെന്ന് അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞങ്ങൾ പെട്ടെന്ന് വരാം. അപ്പോൾ ഇതൊക്കെ എന്ന് പോസ്റ്റ് ചെയ്യും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ബട്ട് എനിവേ ഞങ്ങളുടെ ഒരു മെമ്മറിയാണ്. കുട്ടി കൊച്ചു വലുതായി, ഡെലിവറി കഴിഞ്ഞ്, ദൈവം സഹായിച്ച ഒരു പ്രശ്നമില്ലാതെ ഡെലിവറി എല്ലാം കഴിഞ്ഞ് കൊച്ചു വലുതായി കഴിയുമ്പോൾ കൊച്ചിൻ്റെ അടുത്ത് നോക്കാമല്ലോ. യാ, അപ്പോൾ യെസ്, അപ്പം ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, ഒരുപാട് വലിച്ചു നീട്ടിപ്പോയി. അപ്പം എനിവേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞങ്ങൾ പെട്ടെന്ന് വരാം. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അടിച്ചു പൊളിക്കുക, തളർത്തുവരെ പൊളിച്ചെടുക്കുക. അപ്പം ടിൽ ദെൻ, bye from Adesh and bye from Gino. Bye bye.